ഒരു തിട്ടോക്കല്ലേ? അപ്പോൾ ഉടക്ക് വലയിട്ട് ഞണ്ട് പിടിക്കുന്ന മെത്തേഡാണ് ആ സീച്ചേട്ടൻ കാണിക്കുന്നത് കേട്ടോ. ഉടക്ക് വലയുടെ ഇടയിലായിട്ട് കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇങ്ങനെ കെട്ടി കെട്ടി വെച്ചിട്ട് വെയിറ്റും കൂടെ ചേർത്ത് കാസ്റ്റ് ചെയ്തിടും. ഓക്കെ, ഇതാണ് എൻ്റെ സെറ്റപ്പ്. നമ്മൾ റിജി ചേട്ടൻ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആഹാ, കൊഴിയുള്ള 4-5 ഇവിടെ വന്നു. അത് പരുവായി, അതാണ്. അതിലുണ്ട്, വേറെ ഉണ്ട്. 4 പോയോ? പോലെ ഉണ്ട്. ഇനി ഇത് ഇളക്കി എടുക്കുന്നതാണ് ജോലി. ജസ്റ്റ് അത് പൊക്കി കാണിച്ചാൽ കേട്ടോ. ഒരു ദിവസം തരും. അടിപൊളി. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മളും സെയിം സെറ്റപ്പ് ഉണ്ടാക്കി ഞണ്ടിനെ പിടിക്കാൻ പോവുകയാണ്. ഇന്ന് പാര പിടിക്കാനായിട്ട് രാവിലെ കാസ്റ്റ് ചെയ്തപ്പോൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. വെള്ളം നല്ല മോശം വെള്ളമാണ്, പൊഴിയിലെ വെള്ളം. നമ്മളതുകൊണ്ട് കായലിൽ നിന്ന് കാസ്റ്റ് ചെയ്ത സമയത്ത് ഒരു 7 പാരക്കുട്ടി ഇട്ടിട്ടുണ്ട്. നമുക്ക് അത് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് ഞണ്ട് പിടിക്കാം. ഇങ്ങനെയാണ് സെറ്റപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് ആ സീറ്റ് എടുത്തുകൊണ്ടൊരു വല ഉണ്ടായിരുന്നു. ഉടക്കവലയ്ക്കകത്ത് നമ്മൾ പിടിച്ച പാരക്കുട്ടിയെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു വെയിറ്റും കൂടെ സെറ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഞണ്ട് കയറുമോ ഇല്ലേ, നമ്മുടെ പരിപാടി സക്സസ് ആയോ ഇല്ലയെന്ന് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു സെറ്റപ്പ് യൂസ് ചെയ്തിട്ട് ഞണ്ടിനെ പിടിക്കുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കിട്ടുമോ കിട്ടൂലെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഞണ്ട് കയറിയിട്ടുണ്ട്. അടിപൊളി കണ്ടോ, ഒരു 2-3 ഞണ്ട് കയറിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം സൈസുള്ള ഞണ്ട് തന്നെയാണ്. ഇങ്ങനെയാണ് ഉടക്കുവലയിൽ ഞണ്ട് പിടിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് പിടിച്ച് സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇളക്കുന്നത് വലിയ കഷ്ടപ്പാടാണ്. കയ്യിൽ അത് ഇറുക്കും, അതിൻ്റെ കൊമ്പ് വെച്ച് ഇറുക്കാതെ നമ്മൾ സൂക്ഷിച്ച് ഇളക്കുന്നതിലാണ് കഴിവ്. പിടിക്കുന്നത് അത് കയറി വന്നോളും. പക്ഷെ നമ്മൾ അതിനെ ഇളക്കി എടുത്ത് നമ്മുടെ ബാഗിലോട്ട് മാറ്റുന്നതാണ് ഇതിൻ്റെ ടാസ്ക്. എപ്പോൾ വേണോ കടി കിട്ടാം. അതുപോലെ ആദ്യമായിട്ടാണ് ഞണ്ടിനെ പിടിക്കുന്നത് കേട്ടോ നമ്മൾ. പിന്നെ അത് വളരെ പണിപ്പെട്ടാണ്. എങ്ങനെ ഇളക്കണമെന്ന് കൂടി അറിയില്ല, ഫസ്റ്റ് ടൈമല്ലേ. പക്ഷെ നോക്കുന്നുണ്ട് എങ്ങനെ ഇളക്കാനായിട്ട്. എന്തായാലും സേഫായിട്ട് ഇളക്കി നമ്മൾ ആ സഞ്ചിയിലോട്ട് ഇടണം. അതാണ് ടാസ്ക് കേട്ടോ. എന്തായാലും സക്സസ് ആയിട്ടുണ്ട് നമുക്ക് ഞണ്ട് പിടുത്തം. നമ്മളതിൽ കോർത്തിട്ടിരുന്ന പാരയുടെ ഏകദേശമുള്ള കഴിച്ചിട്ട് പോയിട്ടുണ്ട്. ഇനിയൊരു വാലിൻ്റെ പീസ് മാത്രമേ അത് മിച്ചം വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ അടുത്തായിട്ട് കാസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന മാമൻ്റെ ഒരു നീല കാലുള്ള ഞണ്ട് അടിച്ചിട്ടുണ്ട്. ഉള്ളതിൽ സൈസ് ഞണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ മാമൻ്റെ ലെക്കാണെന്ന് തോന്നുന്നു. അടിപൊളി ഒരു ഞണ്ടാണ് കണ്ടോ. അതിൻ്റെ സൈസ് കണ്ടോ, കാലിൻ്റെയൊക്കെ നീളം നോക്കിയേ. അതിൻ്റെ ബോഡിയെക്കാളും 4 ഇരട്ടി വരുന്നുള്ളൂ അതിൻ്റെ കൈ കാണാൻ. പുള്ളി വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് എടുക്കുകയാണ്. അതിൻ്റെ കടിയൊക്കെ കിട്ടിയാൽ പിന്നെ കൈ യൂസ് ഉണ്ടാവില്ല. അതായിട്ട് പുള്ളി സഞ്ചിയിലോട്ട് മാറ്റുന്നുണ്ട്. നല്ല കിടില ഞണ്ട്, ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി സൈസ് ഞണ്ടാകെ അറിയുമ്പോൾ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓരോ ലൈക്കും ഷെയറും കൂടെ ആയാലും വളരെ സന്തോഷം. മാമൻ കിട്ടിയ ഞണ്ടിനെ സഞ്ചിയിലോട്ട് ആക്കിയതിന് ശേഷം വീണ്ടും കാസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം നേരത്തെ എറിഞ്ഞ സെയിം സ്പോട്ടിൽ തന്നെ എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഞണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എറിഞ്ഞ അവിടെ ആ തീറ്റ കിടപ്പുണ്ടായിരിക്കും. അതേ സ്ഥലത്ത് തന്നെ ഒരുപാട് ഞണ്ട് ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കും. വീണ്ടും അവിടെ തന്നെ ഈ തീറ്റ പോയി വീഴുമ്പോൾ വീണ്ടും ഒത്തിരി ഞണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അടുത്ത് നമ്മളെ ശ്രീചേട്ടൻ്റെ ഓഴാണ് കേട്ടോ. പുള്ളിയുടെ ഇതിലും ഒരുപാട് ഞണ്ട് കയറിയിട്ടുണ്ടെന്ന്. സ്റ്റിക്കൊക്കെ റാ പോലെ വളയുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ വലിച്ച് കയറ്റിയിടും. അപ്പോൾ നമുക്ക് നോക്കാം. അടിപൊളി മാല പോലെ കയറിയിട്ടുണ്ട്. പുള്ളിക്കാരൻ കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്യുമോ അത്രയും ഞണ്ട് അതിനകത്തോട്ട് ഈ ഫുഡിനെ എടുക്കാൻ വേണ്ടി അട്രാക്ട് ചെയ്ത് അതിൽ വന്ന് ഉടക്കാൻ ചാൻസ് ഉണ്ട്. ഞണ്ടൊക്കെ ഒരുപാട് കയറുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇതിൽ നിന്ന് ഇതിനെ ഊരിയെടുത്ത് നമ്മളെ കവറിലോട്ട് ആക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കേട്ടോ. കടി അതിൻ്റെ ഇറുക്ക് കിട്ടാതെ നമുക്ക് ഇതിൽ നിന്ന് ഇത്രയും ഞണ്ടിനെ ഊരിയെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കാതായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇറുക്കം കാലം വെച്ച് നമ്മളെ കൈ ഇറുക്കി കളയും.
എൻ്റെ കൈ മുറിഞ്ഞു. എനിക്കൊരു മുറിവ് കിട്ടി, ഷംനാദിന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അതെവിടെ ഇറുക്കുന്നോ അവിടെ കറക്റ്റായിട്ട് മുറിഞ്ഞിരിക്കുക. അത്രയും ഷാർപ്പായിട്ടുള്ളൊരു ഡിവൈസാണ് എൻ്റെ കയ്യിലുള്ളത്. അടുത്ത എൻ്റെ കൂഴാണ് കേട്ടോ. നല്ല ലോഡ് കയറിയിട്ടുണ്ട്, സ്റ്റിക്കൊക്കെ നല്ല വളയുന്നുണ്ട്. കുറേ ഞണ്ട് കയറിയിട്ടുണ്ട് കണ്ടോ. സംഭവം കിട്ടിയതിൻ്റെ പകുതി തൊഴിഞ്ഞു പോകുന്നുണ്ട്, അത്രയ്ക്ക് കയറിയിട്ടുണ്ട്. കണ്ടോ കണ്ടോ, ഞണ്ടുമാല എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു 10-15 ഞണ്ട് ഒരുമിച്ച് കയറിയിട്ടുണ്ട്. കിട്ടിയതിൽ പകുതി അവിടെ തറയിൽ തൊഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി തീർച്ചയായിട്ടും പറക്കും. ഇതിൽ നിന്ന് ഇളക്കി തീരുമ്പോഴത്തേക്ക് ഒരു മണിക്കൂർ പിടിക്കും കേട്ടോ. അടുത്തതാ സിജി ചേട്ടനൊരു പണി കിട്ടിയിട്ടുണ്ട്. നോക്കി ഇത് ചാകരേ, ഇത് കുറച്ച് നേരത്തേക്ക് ആയല്ലോ നിങ്ങൾക്ക്. ഇത് പറക്കി എടുക്കുമ്പോൾ തളരും. അപ്പൊ ഇപ്പൊ കാസ്റ്റ് ചെയ്തതിനകത്ത് നമുക്ക് ഒരെണ്ണ കയറി വന്നിട്ടുള്ളൂ. കടി കൊണ്ടാൽ നല്ല സുഖമായിരിക്കും. എനിക്കൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഞണ്ടിനെ എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകിലത്തെ കാല് ലോക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഇറുക്കുന്ന സംഭവം വെച്ച് നമ്മളെ ഇറുക്കാൻ കയ്യിൽ കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് ഇതിനെ സഞ്ചിയിലോട്ട് മാറ്റാൻ പറ്റും. ഇപ്പം ഈ കുറച്ച് നേരം കൊണ്ട് പഠിച്ച പാഠമാണ്. ഓക്കെ, കടികളുണ്ട് അങ്ങോട്ടോ കേട്ടോ. കവറിനകത്ത് ഉണ്ടോ ഏകദേശം അരക്കവർ ഞണ്ടായിട്ടുണ്ട് നമ്മളിവിടെ നിന്ന് പിടിച്ചത്. ഷംനാന് ഇപ്പം കിട്ടിയ എല്ലാ ഞണ്ടും വലയെന്ന് തൊഴിഞ്ഞ് പാറയുടെ പോയിട്ടുണ്ട്. പുള്ളിക്കാരൻ വിടാൻ തയ്യാറല്ല. എല്ലാത്തിനെയും പറക്കിട്ട ബാക്കി കാര്യമുള്ളൂ എന്നാണ് ഈ കിടന്ന് പറഞ്ഞത്. ഇപ്പം നമ്മളെന്താ മതിയാക്കി പോവാണ്. ഇന്നത്തെ ഞണ്ട് വേട്ട പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കടി കൊള്ളാൻ വയ്യ. 4 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ ഞണ്ടെന്ന് കുറച്ചെടുത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് റോസ്റ്റ് ചെയ്യാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.